വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു കോലം നോക്കല. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആട്ടോ. സ്പെഷ്യൽ ഒന്നുമല്ല, എല്ലാ വീഡിയോയും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനോട് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ പെട്ടെന്ന് തട്ടിക്കുട്ടിയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു ഈസി ബേബി ഫ്രോക്ക് ആണ് കേട്ടോ. അത് ഇൻഡിപെൻഡൻസ് ഡേ തീമിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. 1/2 മീറ്ററാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 1/2 മീറ്ററിൻ്റെ മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വൈറ്റ് മെറ്റീരിയലാണ്, പ്യുവർ വൈറ്റ് എന്നല്ല, ഒത്തിരി ഓഫ് വൈറ്റ് പോലത്തെ കേട്ടോ. അപ്പോൾ അത് 4 മടക്കിയിട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു മടക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കൈക്കുഴി വെട്ടണം. ഞാൻ സ്കെയിലുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് ഉണ്ട്. അതിനുശേഷം കൈയിൻ്റെ ഇറക്കം ഞാനൊരു 4 ഇഞ്ച് വെക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് മടക്കടിക്കാനും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. മടക്കടിക്കുന്നത് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈ ഇല്ലാണ്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കും. ഇതൊന്ന് കട്ട് ചെയ്യാം. മടക്കടിച്ച് വരുമ്പോൾ കറക്റ്റ് ആവട്ടോ, കെട്ടൂലോ. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് കിടക്കും. ആദ്യം നമ്മൾ ഈ കഷം ഒന്ന് ചെറുതായി മടക്കി അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തുണി വെച്ച് മടക്കി അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ കൈക്കുഴികൾ അടിക്കേണ്ടത്. അപ്പം 4 പീസ് സൈഡ് അങ്ങനെ അടിക്കേണ്ടി വരും കൈക്കുഴികൾ കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി ഇതിങ്ങനെ ഒന്ന് അടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതേ നമ്മുടെ തുണി 2 ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് സൈഡ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ 2 ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കഷത്തിന് താഴോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയും ചെറുതായി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയൊരു മടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ സംഭവം. ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു നമുക്കിത് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ഇത്ര രസമായി. അപ്പോൾ അതിനൊരു വള്ളി വെച്ചെടുക്കാൻ വേണം. ജസ്റ്റ് ഒരു വെള്ള വെച്ച് നമ്മൾ സാധാ സ്റ്റിക്ക്.
അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ വൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ തീം ആവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ വക കുറച്ച് ഡ്രോയിങ്സാണ് അത് ചെയ്യുന്നത്, പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരു പൂവും ജസ്റ്റ് ഒരു ഇല പോലെ കഴുത്തിൽ വരുന്ന നെക്കിൻ്റെ ഭാഗം വരുന്നിടത്ത് കൊടുക്കാമെന്ന് വെച്ചു. ഞാൻ ഓറഞ്ച് പൂക്കളാണ് വരയ്ക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചെറിയ ചെറിയ പൂക്കൾ അതുമെന്ന് ഇങ്ങനൊരു പടരുന്ന പോലെ ഒരു വള്ളി പോലെ വയ്ക്കാം. ഞാൻ കുറച്ച് പൂക്കൾ വരച്ച് വെച്ചു, പക്ഷെ ഞാൻ 1.5 ഇടവിട്ടിട്ട് വരച്ചത്. അതായത് എൻ്റെ മേലൊരു വൈറ്റ് പൂവും പോലെ ആക്കാം, അങ്ങനെയായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ തീം ആക്കണ്ടേ, അപ്പോൾ അതെങ്ങനെ കൊടുക്കാം എന്നുള്ള ആലോചനയിൽ ഞാൻ ആദ്യം 1.5 ഇടവിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി എല്ലാതും സെയിം ഇതാക്കാം. നമ്മളിപ്പോൾ 1.5 ഇടവിട്ട് വൈറ്റ് പൂവിൽ വൈറ്റിൽ തന്നെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അറിയില്ല. പിന്നെ ഗ്രീൻ പൂ കൊടുക്കാൻ പറ്റില്ല, ഗ്രീൻ അപ്പോൾ ലീഫാക്കി കൊടുക്കാം, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ 1.5 വിട്ടതൊക്കെ ലാസ്റ്റ് എത്തിയപ്പോൾ മാറ്റി എല്ലാം കൂടെ ഒന്നാക്കി എടുത്തുവിട്ട്, അതായത് ഫുൾ ഓറഞ്ച് പൂക്കൾ തന്നെ ആക്കി എല്ലാതും. വൈറ്റ് പൂ അങ്ങനത്തെ ഇത് മാറ്റിയെടുക്കണ്ടോ, ഫുൾ ഓറഞ്ചാക്കി. എന്നിട്ട് ആ ഓറഞ്ചിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു വൈറ്റ് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വൈറ്റുമായി ഓറഞ്ചുമായി. പിന്നെ നമ്മൾ സാധാ പോലെ ഗ്രീൻ ലീഫും തണ്ടൊക്കെ ആയിട്ട് ഗ്രീൻ കൊടുത്തു. അപ്പോൾ പിന്നെ ശരിക്കും ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഇൻഡിപെൻഡൻസ് ഡേ തീമും ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് അത്യാവശ്യം ഭംഗിയും കിട്ടി. അപ്പം എനിക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ നെക്ക് വരച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫ്ലവർ. എനിക്കറിയില്ല, ഞാൻ തന്നെ ഇതാക്കി വരച്ചതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയൊരു ഡിസൈൻ കേട്ടോ, ഒന്നിൽ നോക്കിയിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് മനസ്സിൽ ഒന്നും വരച്ചതേ ഉള്ളൂ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും എന്താ പറയുക, ഇതേപോലെ എനിക്കൊരു ഇതുമ്പോൾ ചെയ്യണമെന്ന് തോന്നിപ്പോയി. അതെ, അത്രയും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഈ കളർ കോമ്പിനേഷൻ്റെ ആണോ എന്താണെന്നറിയില്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ ഞാൻ ഫുൾ നെക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് മാത്രമാണ് ചെയ്യാനുള്ള വർക്ക്, ബാക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നെക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി നെക്കിൽ മാത്രം പോരാ, കുറച്ച് സെൻറ്ററിലായിട്ട് ഞാനൊരു ഫ്ലാഗും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഫ്ലാഗും ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാൻ കേട്ടോ. നെക്കിൽ മാത്രമാകുമ്പോൾ എന്തോ പോലെ ഒന്നുമില്ല പോലെ തോന്നിയപ്പോൾ ഞാൻ ഫ്ലാഗും കൂടെ കൊടുത്തു. ജസ്റ്റ് ഒരു ചെറുതല്ല, അത്യാവശ്യം ഇത് സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഒരു ഫ്ലാഗ് ഒന്ന് വരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ പാറി നിൽക്കുന്ന പോലത്തെ ഒരു ഫ്ലാഗാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിന് വേണ്ടി ഓറഞ്ച് കൊടുത്തു. പിന്നെ നമ്മുടെ വൈറ്റ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വൈറ്റ് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ ഞാൻ ഗ്രീൻ കൊടുത്തു. അപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു ഫ്ലാഗ് എന്ന ഇൻഡിപെൻഡൻസ് ഡേ തീമിൻ്റെ ഒരു ഇതായിട്ട് വരുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് ഗ്രീനും കൊടുത്തു. പിന്നെ സെൻറ്ററിലൊരു അശോകചക്രം കൂടെ കൊടുത്തു, വയലറ്റ് എടുത്തിട്ട് ഒരു അശോകചക്രം കൂടെ കൊടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നമ്മൾ ഫുള്ളൊരു തീമായിട്ടുണ്ടല്ലോ എന്ന് തോന്നലായിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു അതിന് എന്തായാലും ഒരു പൊടി ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ എന്താ പോലെ കാലും കൂടെ വെക്കാൻ കാല് വരച്ച് വെച്ചു. പിന്നെ എനിക്ക് തോന്നി അപ്പോൾ അതിന് ഫ്രോക്കിൻ്റെ അടിയിൽ നമുക്ക് ഇതേ ഫ്ലാഗിൻ്റെ തന്നെ ഒരു നിറം വെച്ചാലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ മുകളിൽ ഓറഞ്ചും പിന്നെ വൈറ്റ് അങ്ങനെ ഒരു ലെയർ പോലെ ഒരു അടിയിൽ ഒരു ബോർഡർ പോലെ കൊടുക്കാമെന്ന് വെച്ചിട്ടോ. ഞാൻ അതിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് പണി, ഇത്തിരി ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായി തോന്നി. അത് ഇത്തിരി മെനക്കെട്ട പണിയായിരുന്നു, കുറച്ച് ലെങ്ത്തിൽ അടിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് എനിക്ക് വേണ്ടി പോലും ഞാൻ ചെയ്തിട്ടില്ല. ഫ്ലാഗൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാതെ ഇതിങ്ങനെ ഡ്രസ്സ് ചെയ്യുക അതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യില്ല. ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി അങ്ങനെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, പറയാൻ തന്നെ നമുക്ക് പറ്റില്ല, അത്ര ഒരു ഹാപ്പിനെസ്സാണ്. ഇങ്ങനെ ഇപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരുന്നു. മോൾക്ക് ഉറക്കം വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മളെ കയ്യിൽ, അവളും അത് ഉറങ്ങാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അവൾ ഇതൊന്നും തീർത്തിട്ട് വേണം അവളെ ഉറക്കാൻ. അതിൻ്റെ ഇടയിൽ ഒരു 5-6 വട്ടം എനിക്കുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഉണ്ണിക്ക് ഫീഡിങ്ങും ചെയ്യുന്നതല്ല, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കാൻ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് ചെയ്ത് തീർക്കണം എന്നൊരു വാശിക്ക് വേണ്ടി ഞാൻ ഇരിക്കണം, ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളതുകൊണ്ട് കേട്ടോ. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു ദിവസം മുന്നേ ഇടണമെന്നായിരുന്നു, പക്ഷേ വീഡിയോ തീർത്തു, പക്ഷേ എഡിറ്റിങ്ങിന് പറ്റിയില്ല. പിറ്റേ ദിവസം കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് രാവിലെ ഇടാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ
അടുത്ത കൊല്ലം പിന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ്. ഇതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ സംബന്ധിച്ച് ചെയ്യാം. പക്ഷെ അതൊന്നും നടന്നില്ല നമുക്ക്. പിന്നെ ഇതെന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫൈനലായിട്ട് അങ്ങനെ ഫുൾ ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അതിന് നമ്മൾ ഗ്രീനൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഭാഗം ഒത്തിരി കൂടെ ചുളിഞ്ഞ് വരും. നമ്മൾ മുകളിലേക്ക് ഷോൾഡറിലേക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു തുണി വെച്ച് ചെയ്യാവുന്നുള്ളൂ. ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തുട്ടാ. നാളെ രാവിലേക്ക് ഇടാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം വളരെ സിമ്പിളായി ചെയ്തൊരു ഫ്രോക്കായിരുന്നു. അപ്പം ഞാൻ കുറേ എന്താ പറയുക, ഞാനൊരു കുറച്ച് നേരം കൊണ്ട് ചെയ്തത് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അന്ന് ഇൻഡിപെൻഡൻസ് ഡേ അന്ന് ഇടാൻ വേണ്ടി പലവസം രാത്രിക്ക് ഇരുന്ന് കുത്തി പിടിച്ച് ഞാൻ അതിൽ വരച്ചെടുത്തൊക്കെയാണ് കേട്ടോ. പക്ഷെ അത് ആളിടാൻ സമ്മതിക്കൊന്നും അറിയില്ല. ജസ്റ്റ് ഞാൻ കഴിഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴുള്ള കോലാണ് കണ്ടത്. ഇപ്പം ഇനി ഇടാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഫോട്ടോസ് കമ്മ്യൂണിറ്റി ടാഗിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നോക്കാം കേട്ടോ എല്ലാവരും. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.